കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡ് തുറമുഖത്ത് വൻ തീപിടുത്തം. അഗ്നിരക്ഷാ സേനയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. തീപിടിച്ചത് ഫാക്ടിന്റെ സൾഫർ നീക്കുന്ന കൺവെയർ ബെൽറ്റിന്. അപകടത്തിന്റെ കായലിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങൾ മെട്രോ 7 ന്യൂസിൽ. കൊച്ചി തുറമുഖത്ത് FACTയുടെ സൾഫർ, സൾഫ്യൂറിക് ആസിഡ് തുടങ്ങിയവ കയറ്റിയിറക്കുന്ന ബെർത്തിലെ സൾഫർ ലോഡ് ചെയ്യുന്ന കൺവെയർ ബെൽറ്റിനാണ് തീപിടിച്ചത്. ഫാക്ടിന്റെ ഗോഡൌണിലേക്ക് സൾഫർ കൊണ്ടുപോകുന്ന റബ്ബർ നിർമ്മിത കൺവെയർ ബെൽറ്റുകളാണിവ. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് 15 അഗ്നിരക്ഷാ സേന യൂണിറ്റുകളുടെ സംയോജിതമായ ഇടപെടൽ മൂലം തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആദ്യം ഒരു വലിയ വൻതോതിൽ തീ കത്തിയെങ്കിലും അത് തീ വളരെ കുറഞ്ഞ തോതിലേക്ക് മാറുകയും നമ്മുടെ 4 സ്റ്റേഷനിൽ നിന്നുള്ള, പ്രത്യേകിച്ച് മട്ടാഞ്ചേരി സ്റ്റേഷനിൽ നിന്നുള്ള ക്രൂ, പിന്നെ അതുപോലെ സൾഫർ കത്തുമ്പം ഇനർട്ട് ഗ്യാസും ഫ്ലഡിങ് സിസ്റ്റങ്ങൾ ഒക്കെ ചെയ്യേണ്ടതാണ്. വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് സൾഫർ ഡൈ ഓക്സൈഡും പൊടിയൊക്കെ ഉണ്ടാവും, അന്തരീക്ഷം മലിനമാവും, പിന്നെ ഈ ഫയർ ഫൈറ്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അണയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് തീ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് തീ അണയ്ക്കാൻ കഴിയും. നേവി, കോസ്റ്റ് ഗാർഡ്, കൊച്ചിൻ പോർട്ട് ടഗുകളാണ് കായലിൽ നിന്ന് തീയണയ്ക്കുവാൻ നേതൃത്വം നൽകിയത്. റബ്ബർ ബെൽറ്റ് ആയതിനാലാകാം തീ പടർന്നതെന്ന് ഫാക്ട് അധികൃതർ പറഞ്ഞു. 3 വീതം കൺവെയർ ബെൽറ്റുകളെയും ട്രാൻസ്ഫർ ടവറുകളെയും തീ ബാധിച്ചു. ബെൽറ്റും സൾഫറും ഉരഞ്ഞതാകാം തീ പിടിക്കാൻ കാരണമെന്നും സൂചനയുണ്ട്. അനേകം കെമിക്കലുകളും ഓയിൽ ടാങ്കുകളും നിറഞ്ഞ കൊച്ചിൻ ഷിപ്പ്യാർഡും ഒക്കെയുള്ള അതീവ സുരക്ഷാ പ്രദേശത്താണ് അഗ്നിബാധയുണ്ടായതെന്നും ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ചീഫ് ഫയർ ഓഫീസർ സുബ്രഹ്മണ്യൻ, എറണാകുളം ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ K ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തത്. പിടിക്കുന്നത് ടെക്നിക്കലിയുള്ള ഇഷ്യൂസ് ആണ്. അതിനകത്തുണ്ടാകുന്ന ഇഷ്യൂസ് രസന മൂലം ഇത് ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. ഇതിന് പെട്ടെന്ന് തീ പിടിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അതുകൊണ്ടാണ് തീ ഉണ്ടാകുന്നത്. പല രീതിയിൽ ഉണ്ടാകും. വീണ്ടും തീപിടുത്ത സാധ്യതയുണ്ടായാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ 3ഓളം അഗ്നിരക്ഷാ സേന യൂണിറ്റുകൾ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. 50,000 ടൺ സൾഫർ സൂക്ഷിക്കുന്ന ഗോഡൌണിലേക്ക് തീ പടരാതെ തടയാനായത് ഫാക്ടിന്റെ അഗ്നിരക്ഷാ സേനയുടെ വലിയ ഇടപെടൽ മൂലമാണ്. ഫാക്ടിന്റെ ഗോഡൌണിൽ സുരക്ഷാ പരിശോധനകൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. തീപിടിക്കുവാനുള്ള കാരണങ്ങൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് തുടർ നടപടികളുമായിട്ടാണ് മുന്നോട്ടു പോകുവാൻ അധികാരികൾ ശ്രമിക്കുന്നത്. സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,